ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ വിഭവമാണ് വെള്ളരിക്ക പുളിശ്ശേരി. നമ്മുടെ ചാനലിലേക്ക് പുതുതായി വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോയിലോട്ട് പോയല്ലോ. ഞാനിവിടെ ഒരു വലിയ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോളം ഉണ്ടത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഇതുപോലൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. നാടൻ കറികൾ വെക്കാൻ എപ്പോഴും നല്ലത് മൺചട്ടിയാണ്. ഇല്ലെങ്കിൽ വിഷമിക്കാനൊന്നും വേണ്ട, കുക്കറിലാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രമായാലും നമ്മൾ സാധാ കറികൾ വയ്ക്കുന്ന പാത്രമായാലും മതി. മൺചട്ടി ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടാനുള്ള ഇതുണ്ട്. അത് കാരണമാണ് മൺചട്ടി വേണമെന്ന് പറഞ്ഞത്. നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതിലോട്ട് നമ്മൾ വെള്ളരിക്ക കഴുകി വെച്ചാണത് ഇട്ടുകൊടുക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. എൻ്റെ ചെറിയ പച്ചമുളകാണ്, അതുകൊണ്ട് ഞാനൊരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. വലുത് എരിവുള്ള ടൈപ്പ് ആണെങ്കിൽ ഒരു 4 എണ്ണം എടുത്താൽ മതി. അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില തണ്ടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിയിലേക്ക് ആവശ്യമായ ഉപ്പ്, 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പ് കൂടി സെറ്റാക്കി എടുക്കാം. അരപ്പിനായിട്ട് ഇതുപോലെ ചെറിയൊരു നാളികേരത്തിൻ്റെ പകുതി പീസ് ചിരണ്ടി എടുക്കാം. ഇതിനോടൊപ്പം 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. വെന്തോ നോക്കാം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലോട്ട് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് കൂട്ടി ഇളക്കി കൊടുക്കാം. നന്നായി തിളച്ച് തേങ്ങയുടെ പച്ചമുളകൊക്കെ മാറട്ടെ. ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരപ്പൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ മൺചട്ടി എടുത്തേക്കണ കാരണം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് തൈര് ഒഴിച്ച് കൊടുക്കുന്നത്. അതായത് ചട്ടിയുടെ ചൂട് കുറച്ച് നേരം ഉണ്ടാവും. അത് കാരണം ഞങ്ങൾക്ക് സാധാ വല്ല ആ പാത്രത്തിലാണെങ്കിൽ വെക്കണമെങ്കിൽ ഫ്ലെയിം കുറച്ചിട്ടിട്ട് തൈര് ഒഴിച്ച് കൊടുത്താൽ മതി. തിളയ്ക്കണേക്കാൾ മുന്നേ ഓഫ് ചെയ്യണം. ചെറിയൊരു തിള വരുമ്പോഴേക്കും ഓഫ് ചെയ്യണം. നമ്മുടെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് വേണം ഇതിൽ അരപ്പിൻ്റെ വെള്ളം ചേർക്കാനായിട്ട്. ഞാൻ ചെറിയൊരു ചാറ് പോലെയാണ് എടുത്തേക്കണത്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വറവിടെ വേണ്ടോ കുറച്ചു നേരം അടച്ചു വയ്ക്കുന്നുണ്ട്. മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റായുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറക്കി വയ്ക്കുമ്പോൾ ചെറിയൊരു ക്രീം ഫോമിൽ ഇറക്കി വെക്കണം. അപ്പോഴാണ് ഇങ്ങനെ നമുക്ക് പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആവത്തുള്ളൂ കേട്ടോ. പാത്രത്തിൻ്റെ ചൂട് കാരണം കുറുകി വന്നോളൂ. ഇനി വറവിടാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം.
കടുക് പൊടി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കുക. ഉലുവയും പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിലോട്ട് 3 ഉണക്കമുളക് ഫ്ലെയിം ഓഫ് ചെയ്ത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെള്ളരിക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഫീഡ്ബാക്ക്സ് കമൻസായിട്ട് അറിയിക്കാൻ മറക്കാതെ ചെയ്യണേ. നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.